ഈവൻ നിങ്ങൾ +2 പാസ്സാകണമെങ്കിൽ പോലും മിനിമം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഹായ്, +1 എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ നല്ലതുപോലെ ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ +2 സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു റിമൈൻഡർ തരാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു വീഡിയോ. +2ലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. +1 കഴിഞ്ഞ് +2ലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ദ ഫസ്റ്റ് തിങ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, +1 നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചിട്ടുണ്ടോ അതൊക്കെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല കൃത്യമായുള്ള ബോധമുണ്ട് നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാമുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത്, എല്ലാ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് കൃത്യമായുള്ള ധാരണയുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, അവസാനം എക്സാം ആകുന്ന സമയത്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് അവിടെ ഇറക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം മുതലേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം. എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പ് മിനിമം എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്ററോ സെക്കൻഡ് ചാപ്റ്ററോ പഠിച്ചിട്ട് വേണം പോകാൻ. ഒരുവിധം ആൾക്കാരൊക്കെ ആപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലാത്ത ആൾക്കാരൊക്കെ ഓഫ്ലൈൻ ട്യൂഷനുകളിൽ പോകുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ ചാപ്റ്റേഴ്സുകളുടെ ഒരു ബേസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം. സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി കൃത്യമായുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സ്കൂളുകൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ആദ്യം തന്നെ നമ്മളൊരു അടിപൊളിയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ബാക്കി അങ്ങോട്ടും സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റും. അതൊരു കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് ഒന്ന് പൊടി തട്ടിയെടുക്കുക. അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പൊടി തട്ടി അവിടെ വെക്കുക, അറിയാത്ത ആൾക്കാരാണെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് അതൊന്ന് സ്ട്രോങ് ആക്കി വെക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് +1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായുള്ള ബോധമുണ്ട്. അതിപ്പോൾ റിസൾട്ട് എന്തായാലും +1ൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ജൂൺ 2nd വീക്ക് ആകുമ്പോഴേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതേതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ +2 കൂടി നിങ്ങൾ പഠിക്കാൻ. ഒരിക്കലും എന്നോട് ഈ അടുത്തൊരു കുട്ടി സംശയം ചോദിച്ചു, +1 മാത്സിൽ നല്ല മാർക്ക് കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, കാരണം അത്രയും മോശമായിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ +1 ചാപ്റ്റേഴ്സൊക്കെ നല്ലതുപോലെ പഠിക്കട്ടെ, അത് അവസാനമാകുന്ന സമയത്തേക്ക് എന്നിട്ട് രണ്ടും കൂടി നോക്കിയാൽ ഒന്നുകൂടി ബെറ്റർ ആവില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തത്. +1 ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സജഷനാണ്, +1 നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്സ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ +1 കൊള്ളാവും, +2 ആകെ അവതാളത്തിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, +2ൻ്റെ കൂടെ +2 തന്നെ നിങ്ങൾ അവസാന സമയത്തേക്ക് മാത്രം ആ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സമയം മാറ്റി വെക്കുക. പിന്നെ രണ്ടാമത്തത്, എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ +1നേക്കാളും എത്രയോ വലുതാണ് +2. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം ചിലപ്പോൾ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ എണ്ണം കുറവായിരിക്കും. പക്ഷെ പഠിക്കാനുള്ള ഉള്ളടക്കം നിങ്ങൾക്ക് +2ൽ കൂടുതലാണ്. മാത്സിൻ്റെ ഒക്കെ കേസിൽ പ്രത്യേകിച്ച് +1-നുള്ളതിനേക്കാളും കുറേ അധികം പഠിക്കാനുണ്ട്. ആൻഡ് കുറേ കൺഫ്യൂസിങ് ആയുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മളൊരു മിഡിലൊക്കെ എത്തിയിട്ട് ആ കൺഫ്യൂസിങ് ചാപ്റ്റേഴ്സും എല്ലാം കൂടി പഠിച്ച് ആകെ പ്രശ്നത്തിലാകുന്നതിന് മുമ്പേ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ബേസിക് ആയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് സ്കൂളുകളിലേക്ക് പോകാൻ തുടങ്ങുക. പിന്നെ അടുത്ത കാര്യം, ഇവിടെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് +2ൽ ലാബ് എക്സാം ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ 80 മാർക്കിന് +1 എഴുതി, 80 മാർക്കിന് +2 എഴുതി. പക്ഷേ 40 മാർക്ക് നിങ്ങൾക്ക് ലാബ് കൂടി ചേർന്നിട്ട് 200 മാർക്കാണ് നിങ്ങൾക്കറിയാം. ഈ ലാബ് എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികൾ ഒരുപാട് എഫേർട്ട് ഇടുന്നത് കാണാറുണ്ട്. ലാബ് എക്സാമിന് വേണ്ടി മാത്രമല്ല, ഈ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നത് കാണാറുണ്ട്. റെക്കോർഡിന് അതിന് മാത്രം മാർക്കൊന്നുമില്ല, വളരെ ചെറിയ മാർക്ക്. എനിക്കൊന്ന് 2-4 മാർക്ക് ഇട്ടാനാണ് റെക്കോർഡിന് ആകെ കിട്ടുന്നത്. 2 or 4 അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഓക്കെ, അത് കറക്റ്റ് അറിയില്ല. അപ്പോൾ നോക്ക്, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ലാബിന് നിങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡ് എഴുതുന്നതിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി മാത്രം ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാ പഠിക്കേണ്ട സമയം കൂടിയാണ് നഷ്ടപ്പെടുക. ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിക്കാറുള്ള സമയത്ത് അവരൊക്കെ പറയുന്ന കാര്യതാ, സാർ ലാബ് എഴുതാനുണ്ട്, റെക്കോർഡ് എഴുതാനുണ്ട്, റെക്കോർഡിന് വേണ്ടി കുറച്ച് ഇരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് മറ്റേത് പഠിക്കാൻ സമയമല്ല എന്നൊക്കെ.
അത് ഭയങ്കര വിഡിത്തമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ലാബിന് വേണ്ടി അല്ലെങ്കിൽ റെക്കോർഡിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഒരുപാട് സമയം ചിലവഴിക്കരുത്. ഒരു ചെറിയ സമയം അതിന് മാറ്റി വെക്കുക. എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്താഗതി വേണ്ട. അത് നല്ലതല്ല. അത് നിങ്ങളെ അവസാനത്തേക്ക് ബാധിക്കും. കാരണം അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലാബിന് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് സമയം മാത്രം മാറ്റി വെക്കുക. ബാക്കി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ +2-ലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആൻഡ് രണ്ടാമത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിച്ച് വെക്കുക. അതിനായിട്ട് +1-ലെ സബ്ജക്റ്റുകൾ ഇപ്പോഴും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. അത് എക്സാം അവസാന സമയമാകുമ്പോഴേക്ക് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇനി അടുത്ത കാര്യം, +2 ഒക്കെ ആണ്, സ്കൂൾ ലൈഫ് എൻഡ് ചെയ്യുകയാണ്. സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ടൂറുകൾ ഉണ്ടാവും, മറ്റ് പല പ്രോഗ്രാംസും ഉണ്ടാവും. എല്ലാത്തിലും നിങ്ങൾ പങ്കെടുക്കണം. കാരണം നമ്മുടെ സ്കൂൾ ലൈഫ് തന്നെ അവസാനിക്കാൻ പോവല്ലേ. എല്ലാത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളെ സ്റ്റഡീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ആലോചിച്ചിട്ട് വേണം എല്ലാത്തിനും നിങ്ങൾ പങ്കെടുക്കേണ്ടത് കേട്ടോ. സോ +2 ലൈഫിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചാപ്റ്റേഴ്സുകൾ പഠിച്ച് അത് സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം, അതിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അതിനേക്കാളും കൂടുതൽ ഇതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് വെക്കണം. ഈവൻ നിങ്ങൾ +2 പാസ്സാകണമെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പാസ്സാകാൻ പോലും പറ്റില്ല. ഓക്കെ, പാസ്സാകുക എന്നതിനേക്കാൾ ഉപരി നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ഫുൾ മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. നിങ്ങൾ +1-ലൊക്കെ ഒരുപാട് സബ്ജക്റ്റുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവും. എക്സാം പാറ്റേൺ മാറിയ കാര്യവും ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊക്കെ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം മുതലേ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ കാണാം. ബൈ.